കഥയുടെ തുടക്കത്തിൽ തന്നെ സ്കൾ ഐലൻഡിൽ നല്ല സമാധാനത്തോടെ ജീവിക്കുന്ന നമ്മുടെ കോങ്ങിനെയാണ് കാണിക്കുന്നത്. അവൻ രാവിലെ ഉറക്കമെഴുന്നേറ്റ് ദീർഘമായ കോട്ടവായൊക്കെ ഇട്ട് പിന്നാമ്പുറമൊക്കെ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്ത് ഒരു വെള്ളച്ചാട്ടത്തിൽ വെച്ച് കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. ഇനി രാവിലെ തന്നെ ആശാന് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു വെക്കണം. അതിനായി കോങ് ഒരു മരം പറിച്ചെടുക്കുകയാണ്. നമ്മൾ ഒരു പൂവൊക്കെ പറിച്ചെടുക്കുന്നത് പോലെയാണ് ആശാൻ ഒരു മരം മുഴുവനായിട്ടും പറിച്ചെടുത്തത്. ഇതേ സമയം സ്കൾ ഐലൻഡിൽ താമസിക്കുന്ന ജിയ എന്ന ഒരു പെൺകുട്ടി കോങ്ങിന്റെ രൂപമുള്ള ഒരു പാവയെ ഉണ്ടാക്കുന്നതായി കാണാം. ജിയ എന്ന ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത ഒരു പാവം പെൺകുട്ടിയാണ് ജിയ. കോങ്ങിന് ഈ ലോകത്ത് ആരെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അത് ജിയ എന്ന ഈ പെൺകുട്ടിയെ മാത്രമാണ്. സോ ജിയ ഉണ്ടാക്കിയ പാവ പുള്ളിക്കാരി കോങ്ങിന് കാണിച്ചു കൊടുക്കുകയാണ്. കോങ് സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും തന്റെ രൂപമുള്ള ആ പാവയെ നോക്കുകയാണ്. അതിനുശേഷമാണ് ആശാൻ കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചത്. താൻ പറിച്ചെടുത്ത ആ മരം കോങ് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആകാശത്തേക്ക് വലിച്ചെറിയുകയാണ്. അപ്പോൾ ആ മരം ആകാശത്ത് കൊണ്ട് അവിടെയുള്ള ഗ്ലാസ് ഒക്കെ തകരുന്നത് കാണാം. അപ്പോൾ ഇത് ആക്ച്വലി സ്കൾ ഐലൻഡിൽ കോങ്ങിനെ നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മൊണാർക്ക് ഔട്ട് പോസ്റ്റിന്റെ ഒരു കോങ് കണ്ടെയ്ൻമെന്റ് ഫെസിലിറ്റിയാണ്. അപ്പോൾ കോങ്ങിന്റെ ഈ കുരുത്തക്കേട് കണ്ട് ആ ഔട്ട് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഷോക്കായി പോയി. അപ്പോൾ അത് നോക്കാനായിട്ട് വന്ന ഇവരാണ് ബെന്നും ഡോക്ടർ ലെന ആൻഡ്രൂസും. ലെനയോട് ബെന്നു പറയാണ് കോങ്ങിനെ ഇനി അധികകാലം ഇവിടെ നിർത്തുന്നത് സേഫ് ആണോ? എങ്ങനെ പോയാൽ അവൻ ഈ ഔട്ട് പോസ്റ്റ് മുഴുവനായിട്ടും നശിപ്പിക്കും. അവൻ പുറത്ത് ജീവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ലെന പറയാണ് ഒരിക്കലും അവൻ പുറത്ത് ജീവിക്കാൻ പാടില്ല. കാരണം അങ്ങനെയുണ്ടായാൽ ഗോഡ്സില അവനെ അന്വേഷിച്ചു വരും. അവര് രണ്ടുപേരും തമ്മിൽ കണ്ട് ഏറ്റുമുട്ടിയാൽ അത് ഈ ഭൂമിക്ക് തന്നെ ആപത്താണ്. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ സമയം ജിയ ലെനയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. ജിയ എന്ന ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു. ഇപ്പോൾ അവളെ സ്വന്തം മകളെ പോലെ വളർത്തുന്നത് ഡോക്ടർ ലെന ആൻഡ്രൂസ് ആണ്. അപ്പോൾ അമ്മയോട് ജിയ ആംഗ്യ ഭാഷയിൽ പറയാണ് അമ്മേ കോങ് ഭയങ്കര ദേഷ്യത്തിലാണ്, എന്തെങ്കിലും ചെയ്തേ മതിയാവും, അത് അമ്മ നോക്കിക്കോളാം, മോൾ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് ആംഗ്യ ഭാഷയിൽ ലെന ജിയോട് പറയുകയാണ്. എപെക്സ് സൈബർനെറ്റിക്സ് എന്ന ഈ കമ്പനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടെക്നോളജി കമ്പനിയാണ്. ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഇദ്ദേഹമാണ് ബെർണി. ബെർണി രഹസ്യമായിട്ട് ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട്. അതിൽ അവൻ പങ്കുവെക്കുന്നത് എപെക്സ് കമ്പനിയിൽ നടക്കുന്ന ചില രഹസ്യങ്ങളെ കുറിച്ചാണ്. അതായത് എപെക്സ് കമ്പനി രഹസ്യമായിട്ട് ഭൂമിക്കും മനുഷ്യർക്കും എല്ലാം അപകടം സൃഷ്ടിക്കുന്ന എന്തോ വലിയ ഒരു വെപ്പൺ നിർമ്മിക്കുന്നുണ്ട്. ഇത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എന്നാൽ അത് എന്താണ് എന്ന് മാത്രം എനിക്ക് അറിയത്തില്ല. അതേപോലെ അതിനെക്കുറിച്ചുള്ള ഒരു തെളിവുകളും എന്റെ കയ്യിലില്ല. എന്നാൽ ഒട്ടും വൈകാതെ ആ തെളിവുകളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും എന്നൊക്കെയാണ് തന്റെ പോഡ്കാസ്റ്റിലെ കൂടി ബെർണി പറയുന്നത്. ബെർണി അവന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ രഹസ്യമായിട്ട് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആർക്കും അറിയത്തില്ല എപെക്സിൽ ജോലി ചെയ്യുന്ന ബെർണി തന്നെയാണ് ഈ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നത് എന്ന്. എപെക്സിന്റെ മുതലാളിയായ വാൾട്ടർ സൈമൺസ് എന്ന ഇദ്ദേഹം ആ കാര്യത്തെ കുറിച്ച് അറിഞ്ഞാൽ പിന്നെ ബെർണിയുടെ കഴുത്തിന്റെ മുകളിൽ അവന്റെ തല കാണില്ല. ബെർണി മറ്റു ജോലിക്കാരും കാണാതെ എപെക്സിന്റെ ഓഫീസിൽ നിന്ന് ഒരു സീക്രട്ട് പെൻഡ്രൈവ് മോഷ്ടിക്കുകയാണ്. എന്നിട്ട് അതിലെ വിവരങ്ങളൊക്കെ ബെർണി ആരും കാണാതെ രഹസ്യമായിട്ട് നോക്കി മനസ്സിലാക്കുകയാണ്. അതിൽ അവൻ കണ്ടത് എപെക്സ് കമ്പനിയുടെ ഈ ബ്രാഞ്ചിലെ 33ാമത്തെ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് എന്തോ ഒരു സാധനം രഹസ്യമായിട്ട് അവർ ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അത് എന്താണ് എന്ന് മാത്രം അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത് എന്താണ് എന്ന് കണ്ടെത്തുക, അതാണ് ബെർണിയുടെ അടുത്ത ലക്ഷ്യം. ഈ സമയം എപെക്സിന്റെ ഓഫീസിൽ മുഴുവനും വാർണിംഗ് അലാറം അടിയുകയാണ്. ബെർണി പേടിച്ചുപോയി. അവൻ വിചാരിച്ചത് താൻ പെൻഡ്രൈവ് മോഷ്ടിച്ച് രഹസ്യ വിവരങ്ങൾ ആക്സസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ അലാറം അടിഞ്ഞത് എന്നാണ്. എന്നാൽ അതുകൊണ്ടല്ല. എല്ലാവരും ഞെട്ടിച്ച ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. അത് നമ്മുടെ സാക്ഷാൽ ദ വൺ ആൻഡ് ഓൺലി ഗോഡ്സില എപെക്സ് കമ്പനി അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഗോഡ്സില ഒരിക്കലും മനുഷ്യരെ വെറുതെ ആക്രമിക്കുന്ന ഒരു മോൺസ്റ്റർ അല്ല. മനുഷ്യരുടെ രക്ഷകൻ അഥവാ ഒരു ഹീറോ ആണ് ഗോഡ്സില. എന്നാൽ ഇപ്പോൾ ഗോഡ്സില ഒരു കാരണവുമില്ലാതെ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോഡ്സിലെ പ്രകോപിപ്പിക്കുന്ന എന്തോ കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ബെർണി മനസ്സിലാക്കി. അത് എന്താണ് എന്ന് അറിയാനായി ബെർണി എപെക്സ് ഓഫീസിലെ 33ാമത്തെ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവുകയാണ്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം പ്രവേശിക്കാൻ അനുവാദമുള്ള ഒരു സീക്രട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അത്. ബെർണി അവിടെ എത്തിയപ്പോൾ രണ്ട് സെക്യൂരിറ്റീസ് ബെർണിയെ കൈയോടെ പൊക്കുകയാണ്. അവര് ബെർണിയെ വെടിവെച്ച് കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ ആ സമയം യാദർശികമായി ഗോഡ്സില അവിടെ അറ്റാക്ക് ചെയ്ത് അവര് മരണപ്പെടുകയാണ്. ബെർണി മാത്രം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പോൾ ബെർണി അവിടെ ഒരു ചുവപ്പ് നിറത്തിലുള്ള ഒരു വലിയ ബോൾ പോലുള്ള വസ്തു കാണുകയാണ്. ബെർണിക്ക് മനസ്സിലായി ഈ മെഷീന്റെ ഫ്രീക്വൻസിയാണ് ഗോഡ്സിലെ പ്രകോപിപ്പിച്ചത് എന്ന്. ഗോഡ്സിലക്ക് വെല്ലുവിളിയാവുന്ന എന്തോ കാര്യമാണ് എപെക്സ് കമ്പനിയുടെ സൈമൺ മുതലാളി ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് എന്നും ബെർണി മനസ്സിലാക്കിയിട്ടുണ്ട്. ഗോഡ്സില എപെക്സിലെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് സൈമൺ മുതലാളി തന്റെ ഹെലികോപ്റ്ററിൽ കയറി അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഗോഡ്സിലയുടെ ഒരു മുന്നറിയിപ്പുമില്ലാത്ത ഈ ആക്രമണം മനുഷ്യരെ എല്ലാവരും ഭീതിയിലാക്കിയിട്ടുണ്ട്. ലോകം
ലോകം ഒട്ടാകെ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്. ഒരു കാലത്ത് മനുഷ്യരുടെ രക്ഷകനായ ഗോഡ്സില എന്തുകൊണ്ടാണ് പെട്ടെന്ന് മനുഷ്യരെ തന്നെ ആക്രമിക്കാൻ തുടങ്ങിയത്? അപ്പോൾ സൈമൺ മുതലാളി മാധ്യമ പ്രവർത്തകരോട് പറയാണ്, എത്രയൊക്കെ മനുഷ്യരെ ഗോഡ്സില രക്ഷിച്ചു എന്ന് പറഞ്ഞാലും ഗോഡ്സില ഒരു രാക്ഷസൻ തന്നെയാണ്. അവനെ ഇല്ലാതാക്കിയേ മതിയാവൂ, അല്ലെങ്കിൽ അത് ഭൂമിക്ക് തന്നെ ആപത്താണ്. ഗോഡ്സിലെ ഇല്ലാതെയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനകം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ വെച്ച് മാഡിസൺ എന്ന ഈ പെൺകുട്ടി ആ വാർത്തയൊക്കെ കാണുന്നുണ്ട്. പുള്ളിക്കാരിക്ക് വിശ്വസിക്കാനാകുന്നില്ല ഗോഡ്സില ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ബെർണി നടത്തുന്ന പോഡ്കാസ്റ്റിന്റെ വലിയ ഒരു ഫാൻ ആണ് മാഡിസൺ. അവൻ പറയുന്നതിലൊക്കെ സത്യമുണ്ട് എന്ന് മാഡിസൺ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമൊക്കെ മാഡിസൺ തന്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മകൾ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറല്ല. മോളെ, ഗോഡ്സില ഒരു അപകടകാരിയായ രാക്ഷസനാണ്. മനുഷ്യരെ അത് വർഷങ്ങൾക്ക് മുൻപ് രക്ഷിച്ചു എന്ന് വെച്ച് അതിന്റെ മനസ്സ് മാറില്ല എന്നൊന്നുമില്ല. അതുകൊണ്ട് മോൾ ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ല്, അച്ഛൻ വന്നോളാം. വീട്ടിൽ ചെന്ന മാഡിസൺ വീണ്ടും ബെർണിയുടെ പോഡ്കാസ്റ്റ് കേൾക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരി ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. എന്തൊക്കെ വന്നാലും ഈ പോഡ്കാസ്റ്റ് നടത്തുന്ന ആളെ കണ്ടെത്തണം. അദ്ദേഹത്തിനെ കണ്ടാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. ആ ദിവസം രാത്രി സൈമൺ മുതലാളി ഡോക്ടർ നേസൻ ലിൻഡ് എന്ന ഇദ്ദേഹത്തെ കാണാനായി എത്തുകയാണ്. നേസൻ ഹോളോ എർത്ത് എന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഭൂമിയുടെ അകത്ത് തന്നെ മറ്റൊരു ഭൂമിയുണ്ട്, അതാണ് ഹോളോ എർത്ത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ രാക്ഷസന്മാരുടെ അഥവാ ടൈറ്റൻസിന്റെ ലോകം. ഹോളോ എർത്തിൽ ഗവേഷണം നടത്താനായി കുറച്ച് ശാസ്ത്രജ്ഞർ യാത്ര പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരും തന്നെ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആ ശാസ്ത്രജ്ഞർ എല്ലാവരും ഹോളോ എർത്തിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സൈമൺ നേത്തനോട് പറയുന്നത് വേറൊന്നുമല്ല, ഈ ഹോളോ എർത്തിൽ ഒരു നീല നിറത്തിലുള്ള ഒരു എനർജി സോഴ്സ് ഉണ്ട്. ഗോഡ്സിലയുടെ ശരീരത്തിലൊക്കെ ഈ ഒരു എനർജി സോഴ്സ് ആണുള്ളത്. ഞങ്ങൾ തയ്യാറാക്കിയ ഹീവ് എന്ന ഈ അതിവേഗ വാഹനം ഉപയോഗിച്ച് ഹോളോ എർത്തിലേക്ക് പോകാൻ സാധിക്കും. അവിടെ വെച്ച് ഈ എനർജി സോഴ്സിന്റെ ഒരു അംശം നമ്മൾക്ക് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ആയുധം തയ്യാറാക്കി ഗോഡ്സിലെ ഇല്ലാതെയാക്കാം എന്നാണ് സൈമൺ നേത്തനോട് പറയുന്നത്. എന്നാൽ ഹോളോ എർത്തിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അവിടത്തേക്ക് പോകാനുള്ള വഴി മാത്രമാണ് അവർക്ക് അറിയാത്തത്. അപ്പോൾ നേത്തൻ ഒരു ഐഡിയ പറയുകയാണ്. മറ്റൊരു ടൈറ്റന്റെ സഹായം തേടുകയാണെങ്കിൽ ആ ടൈറ്റൻ തന്റെ സ്വന്തം ലോകമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതുവഴി പോയിക്കോളും. അങ്ങനെ നമ്മൾക്ക് ആ ടൈറ്റനെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നേസൻ ഉദ്ദേശിച്ചത് വേറെ ആരെ കുറിച്ചുമല്ല, നമ്മളെ കോങ്ങിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ കാര്യത്തെ കുറിച്ച് പറയാനായി നേസൻ തന്റെ പഴയ കൂട്ടുകാരിയായ ലെന ആൻഡ്രൂസിനെ കാണാനായി ചെല്ലുകയാണ്. ഇവര് രണ്ടുപേരും പണ്ട് ഒരുമിച്ച് ഒരേ കമ്പനിയിൽ ജോലി ചെയ്തവരാണ്. അപ്പോൾ നേസന്റെ ആവശ്യങ്ങളൊക്കെ ലെനയോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അതിന് സമ്മതിക്കാൻ തയ്യാറല്ല. കാരണം കോങ്ങിനെ പുറത്തു കൊണ്ടുവന്നാലും അത് അതിനേക്കാൾ വലിയ അപകടമായിരിക്കും. കോങ്ങിനെ തേടി എന്തായാലും ഗോഡ്സില എത്തും. അത് പിന്നെ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കും. അന്റാർട്ടിക്കയിൽ ഒരു സ്ഥലത്ത് ഈ ഹോളോ എർത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സോൺ ഉണ്ട്. കോങ്ങിനെ അവിടം വരെ എത്തിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ അവൻ തന്നെ നോക്കിക്കോളും. നമ്മുടെ ലോകത്തെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ലെനയോട് നേസൻ പറയുകയാണ്. അപ്പോൾ നേസൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ലെന സമ്മതിക്കുകയാണ്. എന്നാൽ ജിയ എന്ന പെൺകുട്ടി ഒട്ടും ഹാപ്പി അല്ല. കാരണം കോങ്ങിന്റെ ലോകം ഈ സ്കൾ ഐലൻഡ് ആണ്, അല്ലാതെ അങ്ങേര് പറയുന്നത് പോലെ ഒന്നുമല്ല എന്നൊക്കെയാണ് ജിയ അമ്മയോട് പറയുന്നത്. എന്തായാലും അവർ കോങ്ങിനെ കപ്പലിൽ കയറ്റി അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെടുകയാണ്. കോങ്ങിന് ഒരു സെഡേഷൻ നൽകി കൈകളും കാലുകളും ലോക്ക് ചെയ്ത് മയക്കി കിടത്തിയിട്ടാണുള്ളത്. കോങ്ങിനെ കൊണ്ടുപോകുന്ന കപ്പലിൽ ചുറ്റും ഒരുപാട് യുദ്ധ കപ്പലുകളും ഹെലികോപ്റ്റേഴ്സും സേഫ്റ്റിക്കായിട്ടുണ്ട്. കാരണം ഏത് നിമിഷവും ഗോഡ്സിലയുടെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. സോ ഇവിടെ നമ്മുടെ കോങ്ങിന് കപ്പലിൽ നിന്ന് ബോധം വന്ന് അവിടെ ഇരിക്കുന്നതായി കാണാം. അവന് മനസ്സിലാകുന്നില്ല ഇവന്മാര് അവനെ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന്. എപെക്സ് കമ്പനിയുടെ മുതലാളിയായ സൈമണിന്റെ മകളാണ് മായ സൈമൺസ് എന്ന ഈ സ്ത്രീ. പുള്ളിക്കാരും ഇവരുടെ കൂടെ ഈ മിഷൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ രാത്രി നല്ല ഇടിയും മഴയുമുണ്ട്. അന്റാർട്ടിക്കയിലേക്ക് എത്താൻ ഇനിയും 48 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. കപ്പലിലെ ക്യാപ്റ്റന് ഗോഡ്സിലയുടെ ടെറിട്ടറിയിലെ കൂടിയൊന്നും സഞ്ചരിക്കാതെയാണ് കപ്പൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഗോഡ്സില വരാൻ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് അവരെല്ലാവരും വിശ്വസിക്കുന്നത്. ജിയക്ക് രാത്രി കിടന്നിട്ട് ഒന്നും ഉറക്കം കിട്ടുന്നില്ല. അവള് കോങ്ങിനെ കുറിച്ച് ആലോചിച്ച് സങ്കടത്തിലാണ്. കോങ് പുറത്ത് മഴയത്ത് ഒറ്റക്ക് സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ജിയ കോങ്ങിന്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ജിയെ കണ്ട ഉടനെ കോങ് എഴുന്നേറ്റിരുന്നു. ഈ ചെറിയ പെൺകുട്ടി കോങ്ങിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട് കപ്പലിലെ എല്ലാവരും ഷോക്കായി. ജിയെ രക്ഷിക്കാനായിട്ട് ലെന ഓടി പോകുന്നുമുണ്ട്. എന്നാൽ ഇവിടെ ജിയ ആണെങ്കിൽ തന്റെ വിരൽ കോങ്ങിന് നേരെ ചൂണ്ടുകയാണ്. അപ്പോൾ കോങ്ങും അവന്റെ വിരൽ ജിയയുടെ കുട്ടി വിരലിൽ മുട്ടിക്കുകയാണ്. ഇതൊരു വല്ലാത്ത രോമാഞ്ചം അടങ്ങുന്ന സീനാണ്. ലെന ജിയുടെ അടുത്ത് ചെന്ന് ചോദിക്കാണ്, മോളെ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. അപ്പോൾ ജിയ ആംഗ്യ ഭാഷയിൽ അമ്മയോട് പറയാണ്, അമ്മേ കോങ് ദേഷ്യത്തിലും സങ്കടത്തിലുമാണ്, അവന് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അമ്മ ജിയോട് ചോദിക്കാണ്, ഇതൊക്കെ മോളോട് ആരാണ് പറഞ്ഞത് എന്ന്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം അവർ എല്ലാവരും അറിയുന്നത്.
ജിയ എന്ന ഈ പെൺകുട്ടി ആംഗ്യ ഭാഷയിൽ കോങ്ങുമായി സംസാരിക്കാറുണ്ട്. അതെ, കോങ്ങിന് മനുഷ്യരോട് ആംഗ്യ ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ ഈ കാര്യം ഇത്രയും കാലമായിട്ട് ജിയ ആരോടും തന്നെ പറഞ്ഞിട്ടില്ല. കാരണം കോങ് തന്നെയാണ് ജിയോട് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്. എനിവേസ് ഈ കാര്യം അറിഞ്ഞപ്പോൾ ആ കപ്പലിലെ എല്ലാവരും ഷോക്കായി പോയി. സോ ഗൈസ്, നമുക്ക് ഇനി മാഡിസണിലേക്ക് തിരിച്ചു വരാം. മാഡിസന്റെ കൂട്ടുകാരനാണ് ജോഷ് എന്ന ഈ പയ്യൻ. അവര് രണ്ടുപേരും ഇപ്പോൾ വാനുമായി പോകുന്നത് ബെർണിയെ കണ്ടെത്താനാണ്. ആൻഡ് ഫൈനലി മാഡിസൺ ആ പോഡ്കാസ്റ്റിന്റെ പിന്നിലുള്ള ബെർണി എന്ന ആളെ കണ്ടെത്തി. അവര് 3 പേരും ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. മാഡിസൺ ചോദിക്കാണ്, ഒരു കാരണവുമില്ലാതെ എപെക്സ് കമ്പനിയെ ലക്ഷ്യമിട്ട് എന്തുകൊണ്ടായിരിക്കും ഗോഡ്സില അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ബെർണി പറയാണ്, ഒരു കാരണവുമില്ലാതെയല്ല ഗോഡ്സില അറ്റാക്ക് ചെയ്തത്. ബെർണി മാഡിസണിനോട് ആ സീക്രട്ട് പെൻഡ്രൈവിലെ രഹസ്യ വിവരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് എപെക്സ് കമ്പനി ഹോങ്കോങ്ങിലേക്ക് എന്തോ ഒരു സാധനം കയറ്റി അയക്കുന്നുണ്ട്. അവരെന്തോ വലിയ ആയുധം അവിടെ വെച്ച് ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ അത് എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടി അവര് 3 പേരും എപെക്സ് കമ്പനിയിലേക്ക് ആരും കാണാതെ കയറി കൂടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും കപ്പലിലേക്ക് തിരിച്ചു വരാം. നേസൻ ലെനയോട് ഒരു ഐഡിയ പറയുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോങ് ഈ ലോകത്ത് ഏറ്റവും അധികം വിശ്വസിക്കുന്നത് നിന്റെ മകളായ ജിയയാണ്. സോ എന്തുകൊണ്ട് നമുക്ക് ജിയന്റെ സഹായത്തോടെ കോങ്ങിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടാ? ജിയ പറഞ്ഞാൽ കോങ്ങിന് എന്തായാലും കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാകും. അതുവഴി നമുക്ക് ഡയറക്ഷൻസ് ഈസിയായി കണ്ടെത്താമെന്നാണ് നേസൻ പറയുന്നത്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് സമയം ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന 86% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ജിയക്ക് കേൾവി ശക്തി ഇല്ലെങ്കിലും അവൾക്ക് വൈബ്രേഷൻസ് ഒക്കെ വളരെ നിസ്സാരമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ജിയ ഇവിടെ ചുമരിൽ തൊട്ടപ്പോൾ അവൾക്ക് ആ അപകടം വരുന്നതായി മനസ്സിലായി. ആ കാര്യം പറയാനായി ജിയ തന്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. സംഭവം വേറൊന്നുമല്ല, അവൻ വരുന്നുണ്ട്. ദ വൺ ആൻഡ് ഓൺലി ഗോഡ്സില. ഗോഡ്സിലയുടെ വരവ് നമ്മുടെ കോങ്ങിനും മനസ്സിലായിട്ടുണ്ട്. ഗോഡ്സിലയുമായി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കോങ് തന്റെ കൈകളിലെ ലോക്ക് അഴിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് കാണാം. സോ ഗോഡ്സില അവിടെ എത്തിയപ്പോൾ യുദ്ധക്കപ്പലുകൾ ഗോഡ്സിലയുടെ നേർക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഗോഡ്സിലക്ക് ഏൽക്കുന്നില്ല. അവൻ അത്രത്തോളം പവർഫുൾ ആണ്. ഗോഡ്സില യുദ്ധക്കപ്പലുകൾ ഓരോന്നോരോന്നായി തകർക്കുകയാണ്. അതേപോലെ അവന് നേരെ ഫയർ ചെയ്യുന്ന വിമാനങ്ങളും അവൻ തകർക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഗോഡ്സില നടത്തിയ വലിയ ഒരു അറ്റാക്ക് തന്നെയാണ്. കോങ് ദേഷ്യം പിടിച്ച് അവന്റെ കഴുത്തിലെയും കൈകളിലെയും കാലിലും ഒക്കെ വിലങ്ങുകൾ അയച്ചിട്ടുണ്ട്. പിന്നീട് അവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ് സീനാണ് നമ്മൾ കാണുന്നത്. ആ ഫൈറ്റിൽ ഗോഡ്സിലയും കോങ്ങും വെള്ളത്തിന്റെ അടിയിൽ വെച്ച് വരെ ഏറ്റുമുട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾക്കറിയാം ഗോഡ്സില വെള്ളത്തിൽ ജീവിക്കുന്ന രാക്ഷസനാണ്. അതുകൊണ്ട് അവന് എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിൽ നിൽക്കാം. എന്നാൽ അതുപോലെയല്ല കോങ്. ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്ന കോങ്ങിന്റെ എനർജി എല്ലാം തീർന്ന് അവൻ കപ്പലിലേക്ക് തിരിച്ചെത്തുകയാണ്. അതായത് ആ ഫൈറ്റിൽ കോങ് പരാജയപ്പെട്ടു. ഗോഡ്സില കോങ്ങിനെ പരാജയപ്പെടുത്തിയെങ്കിലും യുദ്ധക്കപ്പലുകൾ അറ്റാക്ക് ചെയ്യുന്നത് ഗോഡ്സില അവസാനിപ്പിച്ചിട്ടില്ല. എല്ലാവരും പരാജയപ്പെട്ടാൽ മാത്രമേ ഗോഡ്സില അവന്റെ അറ്റാക്ക് നിർത്തുകയുള്ളൂ. അപ്പോൾ നേസന് ഒരു ഐഡിയ തോന്നി. നമ്മൾ പരാജയപ്പെട്ടതായി അഭിനയിക്കണം. അതിനായി നമ്മുടെ എല്ലാ കപ്പലുകളും ഓഫ് ചെയ്ത് നമ്മൾ ചത്തതുപോലെ അഭിനയിക്കണം. അങ്ങനെ ക്യാപ്റ്റന് എല്ലാ കപ്പലുകൾക്കും ആ നിർദ്ദേശം നൽകുകയാണ്. എല്ലാവരും കപ്പലുകൾ ടേൺ ഓഫ് ചെയ്യൂ. സോ ഫൈനലി എല്ലാവരും പരാജയപ്പെടുത്തിയ ഗോഡ്സില കോങ്ങിനെ ദേഷ്യത്തോടെ നോക്കി അവിടുന്ന് പോവുകയാണ്. സോ ഇനി എന്തായാലും അവർക്ക് മുന്നോട്ടേക്ക് യാത്ര ചെയ്യാനായി സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഉറപ്പായിട്ടും വീണ്ടും ഗോഡ്സില അവരെ അറ്റാക്ക് ചെയ്യും. അതിനായി നേസൻ മറ്റൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതേ സമയം നമ്മുടെ ബെർണിയും മാഡിസണും ജോഷും എപെക്സ് കമ്പനിയിൽ ആരും കാണാതെ കയറി കൂടിയിട്ടുണ്ട്. 33ാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാനാണ് അവര് വന്നത്. അവിടെ അവര് ഒരു പോഡ് കാണുകയാണ്. ആ പോഡിന്റെ അകത്ത് കയറിയപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്കൾ ക്രോളേഴ്സ് എന്ന രാക്ഷസന്റെ മുട്ടകളാണ് ആ പോഡിന്റെ അകത്ത് എപെക്സ് കമ്പനി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ സമയം അവർ നിൽക്കുന്ന പോഡിന്റെ ഡോർസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആയി. അതേപോലെ ആ പോഡ് നീങ്ങാനായിട്ടും തുടങ്ങി. അവർക്ക് ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അവർ നിൽക്കുന്ന ഈ പോഡാണ് എപെക്സ് കമ്പനി ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി കോങ്ങിനെ കപ്പൽ വഴി കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവർ കണ്ടെത്തിയ പുതിയ മാർഗമാണ് ഇത്. ഒരു വലിയ നെറ്റിൽ കോങ്ങിനെ കിടത്തിക്കൊണ്ട് അത് ഒരുപാട് എയർക്രാഫ്റ്റിൽ കെട്ടിവെച്ച് അവർ എയർവേസ് വഴിയാണ് കോങ്ങിനെ അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാവുമ്പോൾ ഗോഡ്സിലയുടെ അറ്റാക്ക് പേടിക്കേണ്ട. ഫൈനലി അവർ അന്റാർട്ടിക്കയിലെ ഹോളോ എർത്തിലേക്ക് പോകേണ്ട സോണിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ എത്തിയിട്ടും ആ സോണിലേക്ക് പോകാൻ കോങ് തയ്യാറല്ല. അപ്പോൾ ജിയ കോങ്ങിനോട് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. അതുവഴി പോയാലാണ് നിന്റെ യഥാർത്ഥ വീടുണ്ടാവുക. അവിടെ ചിലപ്പോൾ നിന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും എന്നൊക്കെയാണ് ജിയ കോങ്ങിനോട് പറയുന്നത്. അത് കേട്ട
നമ്മുടെ കോങ് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, വളരെ വേഗത്തിൽ ഹോളോ എർത്തിന്റെ സോണിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അവരെല്ലാവരും ഓരോരോ ഹീവില് കയറി ഹീവ് ലോഞ്ച് ചെയ്ത് ഹോളോ എർത്തിലേക്ക് കോങ്ങിന്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ അവർ ഫൈനലി ഹോളോ എർത്ത് എന്ന ടൈറ്റൻസിന്റെ ലോകത്ത് എത്തിയിട്ടുണ്ട്. വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു ലോകമാണ് അത്. എന്നാൽ ഇത് ടൈറ്റൻസിന്റെ ലോകമായതുകൊണ്ട് തന്നെ മനുഷ്യരെ കണ്ടാൽ അവന്മാര് വെറുതെ വിടത്തില്ല. ഇവിടെ ഇവര് കാണുന്നത് ഒരു വലിയ പറക്കുന്ന ടൈറ്റൻ വന്ന് ഒരു ഹീവെ അറ്റാക്ക് ചെയ്തതാണ്. പിന്നീട് ആ പറക്കുന്ന രാക്ഷസൻ ഇവരൊക്കെ യാത്ര ചെയ്യുന്ന ഹീവെ അറ്റാക്ക് ചെയ്യാനായിട്ട് എത്തുകയാണ്. എന്നാൽ അപ്പോൾ നമ്മുടെ കോങ് ആ രാക്ഷസനെ പിടികൂടുകയാണ്. പിന്നീട് കോങ് ആ പറക്കുന്ന രാക്ഷസന്മാരുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം കോങ് അവനെ കാലേ വാരി ഭിത്തിയിലടിച്ച് അവന്റെ തല പറിച്ചെടുത്ത് ഭക്ഷിക്കുകയാണ്. ഇനി ഇവിടെ നമ്മുടെ ബെർണിയും ഗാങ്ങും ഹോങ്കോങ്ങിൽ എത്തിയിട്ടുണ്ട്. ആരും കാണാതെ അവര് ആ പോഡിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അവരെത്തിയത് വളരെയധികം വലിയ വിശാലമായ ഒരു മുറിയുടെ അകത്താണ്. ആ വിശാലമായ മുറിയുടെ അകത്ത് ഒരുപാട് മറ്റു മുറികളുമുണ്ട്. അതിൽ നിന്ന് ഏറ്റവും വലിയ ഡോറിന്റെ അകത്തുനിന്ന് ദാ ആ സാധനം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അതിനെ കണ്ട് ഇവര് 3 പേരും ഷോക്കായി. അപ്പോൾ ഇതാണ് സൈമൺ മുതലാളി തന്റെ എപെക്സ് കമ്പനിയിൽ നിന്ന് നിർമ്മിച്ച റോബോട്ട് ഗോഡ്സില അഥവാ മെക്കാ ഗോഡ്സില. അതായത് ഇതൊരു മനുഷ്യ നിർമ്മിത ടൈറ്റൻ ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ ചെറിയ മുറികളിൽ നിന്ന് അവര് സ്കൾ ക്രോളേഴ്സിനെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അവര് സ്കൾ ക്രോളേഴ്സിന്റെ മുട്ടകൾ ഇവിടെ എത്തിച്ചത് വേറൊന്നിനുമല്ല, മെക്കാ ഗോഡ്സിലക്ക് ഫൈറ്റ് ചെയ്ത് പരിശീലിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഈ സ്കൾ ക്രോളേഴ്സുമായി മെക്കാ ഗോഡ്സില ഫൈറ്റ് ചെയ്യുകയും അവരെയൊക്കെ വളരെ നിസ്സാരമായിട്ട് മെക്കാ ഗോഡ്സില പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മെക്കാ ഗോഡ്സിലയുടെ ചാർജ് വളരെ വേഗത്തിൽ തീരും. അതാണ് ഏറ്റവും വലിയ പോരായ്മ. ആ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ഹോളോ എർത്തിലെ എനർജി സോഴ്സ് വേണ്ടത്. അത് കിട്ടിയാൽ പിന്നെ ഈ മെക്കാ ഗോഡ്സിലക്ക് അൺലിമിറ്റഡ് പവർ ലഭിക്കും. അതായത് ഈ മെക്കാ ഗോഡ്സില ഗോഡ്സിലിനെക്കാളും കോങ്ങിനേക്കാളും ശക്തനായി മാറും. അപ്പോൾ ഇതൊക്കെ നേരിൽ കണ്ട മാഡിസണും ബെർണിക്കും ജോഷിനും മനസ്സിലായി ഗോഡ്സിലയല്ല യഥാർത്ഥ വില്ലൻ, സൈമൺ മുതലാളിയാണ്. അദ്ദേഹമാണ് ഗോഡ്സിലെ പ്രകോപിപ്പിച്ച് മനുഷ്യരുടെ മുന്നിൽ ഗോഡ്സിലെ ഒരു അപകടകാരിയായിട്ട് ചിത്രീകരിച്ചത്. ഇനി ഇവിടെ നമ്മുടെ കോങ് ആണെങ്കിൽ ഫൈനലി അവന്റെ ലോകത്തെ അവന്റെ സിംഹാസനത്തിൽ എത്തിയിട്ടുണ്ട്. അവന്റെ കസേരയിൽ അവന് രാജാവിനെ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും മനസ്സിലായി ആ എനർജി സോഴ്സ് ഉള്ള സ്ഥലം ഇവിടെ തന്നെയാണ് എന്ന്. ഇനി നമ്മുടെ ഗോഡ്സില ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഹോങ്കോങ്ങിലാണ്. അതായത് മെക്കാ ഗോഡ്സിലുള്ള നഗരത്തിലാണ് ഗോഡ്സിലയും എത്തിയിട്ടുള്ളത്. ഇവിടെ കോങ്ങിന്റെ കയ്യിൽ ഒരു ആക്സ് കാണാം. ആ ആക്സിന് ഈ എനർജി സോഴ്സിന്റെ പവർ കിട്ടിയാൽ പിന്നെ അതിന് ഒടുക്കത്തെ ശക്തിയായിരിക്കും. അപ്പോൾ കോങ് ആ ആക്സ് അവിടെ തറയിൽ വെക്കുന്നതായി കാണാം. അപ്പോൾ ആ ആക്സിൽ ആ എനർജി കയറുകയാണ്. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലായി ആ ഭാഗത്ത് തന്നെയാണ് ഈ എനർജി സോഴ്സ് സ്ഥിതി ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ സൈമണിന്റെ മകൾ മായ ഒരു റോബോട്ട് മെഷീന് ആ എനർജി സോഴ്സിൽ നിന്ന് ചെറിയ ഭാഗം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അയക്കുകയാണ്. അപ്പോൾ ലെന അത് തടയാനെ ശ്രമിച്ചപ്പോൾ മായ പറയാണ്, എന്റെ അച്ഛന് എന്താണോ വേണ്ടത് അത് എന്റെ അച്ഛന് കിട്ടിയിരിക്കും. അതും പറഞ്ഞ് മായയുടെ കൂടെയുള്ള ആൾക്കാർ നേത്തന്റെയും ലെനയുടെയും ജിയുടെയും നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. അപ്പോഴാണ് അവർക്ക് ഇതിന്റെ പിന്നിലുള്ള ചതിയെ കുറിച്ച് മനസ്സിലായത്. ഈ എനർജി സോഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്ന അതേ സമയം അത് എപെക്സ് കമ്പനിയിൽ സൈമണിന്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നുമുണ്ട്. അതായത് അദ്ദേഹത്തിന് ഈ എനർജി സോഴ്സിന്റെ 100% ലഭിച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ ജിയുടെ നേർക്ക് തോക്ക് ചൂണ്ടിയത് കണ്ട കോങ്ങിന് നല്ല ദേഷ്യം വന്നു. കോങ്ങിന് മനസ്സിലായി സൈമണിന്റെ മകൾ മായും സംഘവും ചതിയന്മാരാണ് എന്ന്. അവര് പെട്ടെന്ന് ഹീവിൽ കയറി രക്ഷപ്പെടാനായി ശ്രമിച്ചപ്പോൾ അവര് പോകുന്ന ഹീവ് നമ്മുടെ കോങ് പിടിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അകത്തുള്ളത് ആരൊക്കെയാണ് എന്ന് നോക്കി എല്ലാം ആ ചതിയന്മാരാണ് എന്ന് മനസ്സിലാക്കിയ കോങ് ആ ഹീവ് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പ്രസ് ചെയ്ത് പൊട്ടിക്കുകയാണ്. സൈമണിന്റെ മകളായ മായും സംഘവും അതോടെ പവനായി ശവമായി. ഇനി ഇവിടെ ഹോങ്കോങ്ങിലുള്ള ഗോഡ്സിലയാണെങ്കിൽ അവിടെ വെച്ച് തന്റെ വായ കൊണ്ട് ഫയർ ചെയ്ത് ഹോളോ എർത്തിലേക്ക് ഒരു വലിയ തുരങ്കം ഉണ്ടാക്കുകയാണ് കോങ്ങിനെ അറ്റാക്ക് ചെയ്യാന്. അങ്ങനെ കോങ് ആണെങ്കിൽ ആ തുരങ്കത്തിലേക്ക് കൂടി ഹോങ്കോങ്ങിലേക്ക് ഗോഡ്സിലയുമായി ഫൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതേപോലെ നേസൻ, ലെന, ജിയ ഇവര് 3 പേരും ഹീവ് എടുത്തുകൊണ്ട് ആ തുരങ്കത്തിലേക്ക് കൂടി ഹോങ്കോങ്ങിലേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മുടെ മാഡിസന്റെയും ബെർണിയുടെയും കാര്യം പറയുകയാണെങ്കിൽ അവര് 3 പേരും എപെക്സ് കമ്പനിയിൽ ആരും കാണാതെ കയറി കൂടിയത് കമ്പനി ഉടമയായ സൈമൺ മുതലാളി കൈയോടെ പൊക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ഇവരെ 3 പേരും വെറുതെ വിടാനായിട്ട് ഉദ്ദേശമൊന്നുമില്ല. എന്നാൽ അതിനു മുൻപായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും അവരോട് പറയുകയാണ്. അതായത് മെക്കാ ഗോഡ്സില വെച്ച് എന്തൊക്കെ അങ്ങേര് ചെയ്യുമെന്ന്. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയുധത്തിന്റെ സൃഷ്ടാവാണ് ഞാൻ എന്നൊക്കെയാണ് സൈമൺ പറയുന്നത്. ഇനി ഹോങ്കോങ് നഗരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 പവർഫുൾ ടൈറ്റൻസ് ആയ ഗോഡ്സിലയും കോങ്ങും ഇവന്മാര് 2 പേരും ഏറ്റുമുട്ടുകയാണ്. ഒരുപാട്
കെട്ടിടങ്ങളാണ് തകർന്നു പോകുന്നത്. അതായത് ഹോങ്കോങ് നഗരം ഒട്ടാകെ തകരുന്ന അവസ്ഥയിലാണ് ഇവരുടെ ഫൈറ്റ്. അമ്മാതിരി ഫൈറ്റ് ആണ്. ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഇവരിൽ ആരാണ് ഏറ്റവും പവർഫുൾ എന്ന്. രണ്ടുപേരും പവർഫുൾ ആണ്, എന്നാൽ നമ്മുടെ കോങ്ങിനേക്കാൾ കുറച്ചധികം ശക്തനാണ് ഗോഡ്സില. അപ്പോൾ ഇവിടെ ഗോഡ്സില നമ്മുടെ കോങ്ങിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കോങ്ങിനെ എഴുന്നേൽക്കാനാവാത്ത അവസ്ഥയാണ്. ഇവിടെ സൈമൺ മുതലാളിയാണെങ്കിലും എനർജി സോഴ്സ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മെക്കാ ഗോഡ്സിലെ ചാർജ് ചെയ്തു. എന്നിട്ട് ആ മെക്കാ ഗോഡ്സിലയുമായി ഫൈറ്റ് ചെയ്യാനായിട്ട് വിടാനാണ് അദ്ദേഹം പോകുന്നത്. എന്നാൽ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് നടന്നത്. എനർജി സോഴ്സിന്റെ പവർ ഒരിക്കലും ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മെക്കാ ഗോഡ്സിലെ കൺട്രോൾ ചെയ്യുന്ന പൈലറ്റ് ആ ശക്തി താങ്ങാനാവാതെ അങ്ങേര് മരണപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ മെക്കാ ഗോഡ്സില ഒറ്റക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ മെക്കാ ഗോഡ്സില ആദ്യം തന്നെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനായി വന്നത് വേറെ ആരെയുമല്ല, അവന്റെ സൃഷ്ടാവായ സൈമണിനെ തന്നെയാണ്. അപ്പോൾ ബെർണി, മാഡിസൺ, ജോഷ് ഇവര് 3 പേരും കാണുന്നത് മെക്കാ ഗോഡ്സില സൈമണിനെ കൊല്ലുന്നതാണ്. അങ്ങനെ സൈമൺ മുതലാളിയും പവനായി ശവമായിട്ടുണ്ട്. ഫൈനലി മെക്കാ ഗോഡ്സിലയും ഹോങ്കോങ്ങിലേക്ക് ഗോഡ്സിലയുമായി ഫൈറ്റ് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിലുള്ള ഉഗ്രൻ ഫൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കോങ്ങിനേക്കാളും ഗോഡ്സിലേക്കാളും ഏറെ ശക്തനാണ് മെക്കാ ഗോഡ്സില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോങ്ങിനെ പരാജയപ്പെടുത്തിയതുപോലെ മെക്കാ ഗോഡ്സിലെ പരാജയപ്പെടുത്താനായിട്ട് ഗോഡ്സിലെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ ഇതൊക്കെ കാണുന്ന ബെർണിയും മാഡിസണും ജോഷും എങ്ങനെങ്കിലും മെക്കാ ഗോഡ്സിലെ നിർത്താനുള്ള വഴികളാണ് അന്വേഷിക്കുന്നത്. സൈമൺ മുതലാളിയുടെ ഈ ഡിവൈസിലാണ് അവന്റെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. അത് പാസ്വേഡ് അടിച്ച് അൺലോക്ക് ചെയ്താൽ അവർക്ക് മെക്കാ ഗോഡ്സിലെ ഇല്ലാതാക്കാനേ സാധിക്കും. എന്നാൽ ആ ഡിവൈസിന്റെ പാസ്വേഡ് അവർ എത്ര ഗസ് ചെയ്തിട്ടും കറക്റ്റ് പാസ്വേഡ് കിട്ടുന്നില്ല. ഇവിടെ ഗോഡ്സിലും മെക്കാ ഗോഡ്സിലും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിയ ആണെങ്കിൽ വീണ കിടക്കുന്ന കോങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്നതായി ജിയക്ക് മനസ്സിലായി. അവൾ അമ്മയോട് പറയാണ്, എത്രയും പെട്ടെന്ന് കോങ്ങിന് എനർജി സോഴ്സ് നമ്മൾ കൊടുക്കണം, എന്നാലേ അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനേ സാധിക്കൂ. അപ്പോഴാണ് നേഥൻ ഒരു ഐഡിയ കിട്ടിയത്. അവര് സഞ്ചരിച്ച ഹീവ് വളരെ പവർഫുൾ ആണ്. അതിന്റെ പവർ കോങ്ങിന് നൽകാനാവുകയാണെങ്കിൽ കോങ്ങിനെ അവർക്ക് രക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ നേഥൻ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ആ ഹീവ് കോങ്ങിന്റെ നെഞ്ചിൽ ലാൻഡ് ചെയ്തു. എന്നിട്ട് അവന്റെ നെഞ്ചിൽ വെച്ച് നേഥൻ ആ ഹീവ് പൊട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ നമ്മുടെ കോങ്ങിന് വീണ്ടും എനർജി കിട്ടുകയാണ്. കോങ് എഴുന്നേറ്റു. ഇതേ സമയം ഫൈറ്റില് മെക്കാ ഗോഡ്സിലെ നമ്മുടെ ഗോഡ്സിലെ ഓൾമോസ്റ്റ് പരാജയപ്പെടുത്താനായിട്ടുമുണ്ട്. എഴുന്നേറ്റ് കോങ്ങിനോട് ജിയ ആംഗ്യ ഭാഷയിൽ പറയാണ്, ഗോഡ്സില നമ്മുടെ ശത്രുവല്ല, ആ മെക്കാ ഗോഡ്സിലയാണ് നമ്മുടെ ശത്രു. നീയും ഗോഡ്സിലയും ഒന്നിച്ചാൽ മാത്രമേ ആ ശത്രുവിനെ പരാജയപ്പെടുത്താനേ സാധിക്കൂ. എന്നെ വിശ്വസിക്കുക, ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് എന്നും ജിയ കരഞ്ഞുകൊണ്ട് കോങ്ങിനോട് പറയുന്നുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് പരാജയപ്പെടാനായി ഗോഡ്സിലെ മെക്കാ ഗോഡ്സില കൊല്ലാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദാ നമ്മുടെ കോങ് അണ്ണന്റെ ഒരു ഉഗ്രൻ എൻട്രി. മെക്കാ ഗോഡ്സിലയുടെ തല പിടിച്ച് പിന്നോട്ടേക്ക് വലിച്ചുകൊണ്ട് കോങ് ഗോഡ്സിലെ രക്ഷിക്കുകയാണ്. പിന്നീട് അവര് രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മെക്കാ ഗോഡ്സിലുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ബട്ട് സ്റ്റിൽ മെക്കാ ഗോഡ്സില തന്നെയാണ് പവർഫുൾ. സോ ഇവിടെയാണെങ്കിൽ പാസ്വേഡ് കണ്ടെത്താനാവാതെ ബെർണി, ജോഷ്, മാഡിസൺ ഇരിക്കുകയാണ്. അപ്പോഴാണ് ജോഷിന് ഒരു ഐഡിയ കിട്ടിയത്. ബെർണിയുടെ കൈവശം അവൻ കുടിക്കുന്ന മദ്യമുണ്ട്. ആ ഡിവൈസിൽ ജോഷ് ആ മദ്യം ഒഴിക്കുകയാണ്, ഡിവൈസ് കേടാക്കാൻ വേണ്ടി. ഡിവൈസ് കേടായപ്പോൾ സ്വാഭാവികമായിട്ടും മെക്കാ ഗോഡ്സിലയുടെ കൺട്രോൾ പോകും. ഇവിടെ മെക്കാ ഗോഡ്സിലെ വെട്ടാനായി പോകുന്ന കോങ്ങിന്റെ ആക്സിന് എനർജി ഇല്ല. അപ്പോൾ ഗോഡ്സില അതിലേക്ക് ഫയർ ചെയ്ത് കോങ്ങിന്റെ ആക്സിൽ എനർജി കൊടുത്തു. ആ ആക്സ് വെച്ച് കോങ് മെക്കാ ഗോഡ്സിലെ കണ്ടം തുണ്ടമായി വെട്ടി പീസാക്കി. എന്നിട്ട് അവന്റെ തല അങ്ങ് പുറത്തെടുക്കുകയാണ്. ഫൈനലി അവര് ആ ബാറ്റിൽ വിജയിച്ചു. നമ്മുടെ നേഥൻ ആൾ ഓക്കെയാണ്. അതേപോലെ മാഡിസൺ ഹോങ്കോങ്ങിലുള്ള അവളുടെ അച്ഛനെ കണ്ടുമുട്ടുകയും ചെയ്തു. ബാറ്റിൽ അവസാനിച്ചത് കണ്ട് ജനങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. എന്നാൽ അപ്പോഴാണ് അവര് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. കോങ്ങും ഗോഡ്സിലും വീണ്ടും അടുത്തേക്ക് നടക്കുകയാണ്. എല്ലാവരും വിചാരിച്ചത് ഇവന്മാർ തമ്മിൽ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. കോങ് തന്റെ കയ്യിലുള്ള ആക്സ് താഴെയിട്ടു. ഗോഡ്സിലയാണെങ്കിൽ വലിയ ഒരു ശബ്ദമാക്കി താങ്ക് യു എന്നൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുകയാണ്. അതായത് അവര് രണ്ടുപേരും അവരുടെ ശത്രുതയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. കഥയുടെ അവസാനം നമ്മുടെ കോങ് ഹോളോ എർത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതായി കാണാം. ഗൈസ്, നിങ്ങൾക്ക് കോങ്ങിനെയാണ് ഇഷ്ടമെങ്കിൽ ഈ വീഡിയോക്ക് കോങ് എന്ന് എഴുതിയിട്ട് ഒരു ബ്ലൂ ഹാർട്ട് ഇട്ട് കമന്റ് ചെയ്യൂ. അല്ല ഗോഡ്സിലയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഗോഡ്സില എന്നൊരു റെഡ് ഹാർട്ട് ഇട്ട് കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം ആർക്കാണ് ഏറ്റവും അധികം ആരാധകരുള്ളത് എന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കാൻ മറക്കല്ലേ.